ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരുപാട് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ചിക്കൻ്റെ ഒരു ഐറ്റമാണ് KFC. അപ്പോൾ ഞാനിത് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടിയായിട്ടൊന്ന് ഷെയർ ചെയ്യണേ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള KFC സ്റ്റൈൽ ചിക്കൻ തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ ഒരു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ചിക്കൻ 4 പീസോ അല്ലെങ്കിൽ 6 പീസോ ആയിട്ടാണ് മുറിക്കേണ്ടത്. ഞാനിപ്പോൾ 4 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ടുള്ള പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ KFC കട്ടാക്കിയിട്ട് മുറിക്കാനായിട്ട് നിങ്ങൾ ചിക്കൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ പ്രത്യേകം പറയണം, എന്നാലേ അവർ ആ രീതിയിൽ മുറിച്ച് തരുള്ളൂ. ചിക്കൻ്റെ ഉളുമ്പുമണം പോകാനായിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം ഞാനിതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്യാനായിട്ടൊരു ബട്ടർ മിൽക്കിൻ്റെ മിക്സ് തയ്യാറാക്കണം. ഈ ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ടിന്നിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം പുളി ഉണ്ടാവില്ല. നമ്മൾ പാക്കറ്റ് തൈര് വാങ്ങിക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുത്തും. തൈര് കട്ട പിടിച്ചിരിക്കുന്നത് മാറാനായിട്ട് ടിന്ന് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തൈര് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്ന ചിക്കൻ മുങ്ങിക്കിടക്കാൻ പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് വരാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറൊന്ന് അടച്ച് വെക്കണം. ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ എയർ ഒട്ടും കയറാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അടപ്പൻ വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്നും വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. സാധാരണ പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. 2 മണിക്കൂർ കൂടുതൽ വെക്കുകയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയാണ് നമ്മൾ അടുത്ത മാരിനേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മോരിലല്ല നമ്മൾ ഫുൾ ടൈം സോക്ക് ചെയ്ത് വെക്കുന്നത്. വേറൊരു മാരിനേഷൻ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ ബാക്കി ടൈം സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്ത സോക്കിങ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആ മോരെടുത്ത പാത്രം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ മുങ്ങിക്കിടക്കാൻ പരുവത്തിലുള്ള വെള്ളം എടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. തെങ്ങിൻ്റെ ചൊറുക്ക ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് സിന്തറ്റിക് ആയിട്ടുള്ള വിനാഗിരിയാണ്, അതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചൊരു സ്പൈസി ആവാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹോട്ട് സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഫ്ലേവർ ഒന്ന് കൂടാനായിട്ട് എൻ്റെ കയ്യിൽ പിസ്സ സീസണിങ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെർബ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. റോസ്മേരിയോ തൈമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഓപ്ഷനിലാണ് കേട്ടോ. ശരിക്കും ആ ഒരു KFCയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പോ എരിവോ പുളിയോ കുറവെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ, മിനിമം 4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിട്ടോ. അത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ മിക്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ. ആദ്യം 1 മണിക്കൂർ ഫ്രിഡ്ജിലല്ല വെച്ചിരുന്നത്. ഇപ്പോൾ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം. 4 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഈ ഒരു മിക്സിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് പുളിയും എരിവും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ വെള്ളം നമ്മൾക്ക് ഊറ്റി കളഞ്ഞതിന് ശേഷം അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ ഒരു വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ളൊരു വെള്ളം കിട്ടും. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ കുറച്ചും കൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും കുറച്ച് സ്പൈസി അല്ലേ ഇഷ്ടം. അപ്പോൾ KFCയിൽ 2 ടൈപ്പ് ഉണ്ട്, സ്പൈസി ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 പീസിന് ഈ ഒരു അളവിൽ മൈദ എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിലേക്ക് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനുള്ള മിക്സ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. KFC പോലത്തെ നല്ല മുരിഞ്ഞ ക്രസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യണം. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും നന്നായിട്ട് ഫുള്ളായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ശരിക്കും ഒന്ന് അമർത്തി കൊടുക്കണം, എങ്കിലേ ക്രസ്റ്റ് നന്നായിട്ട് ഫോമായിട്ട് വരുള്ളൂ. ഇനി ഈ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. 4-5 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തിട്ട് മൈദയുടെ കൂട്ടിലേക്ക് ഒന്നും കൂടി ചേർത്തിട്ട് കോട്ട് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അംശം മാക്സിമം ഒന്ന് കളഞ്ഞിട്ട് വേണം ഈ മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ ശരിക്കും നല്ല ക്രസ്റ്റൊക്കെ ഫോമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2 പ്രാവശ്യം മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. കൂടുതൽ കോട്ട് ചെയ്തെടുത്താൽ ഭയങ്കര കട്ടിയുള്ളൊരു ക്രസ്റ്റായിട്ട് വരും. അപ്പോൾ അത്ര ടേസ്റ്റി ഉണ്ടാവില്ല. ഈ മൈദയുടെ കൂട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കാതെ നൈസായിട്ടുള്ള പൗഡറായിട്ട് കിട്ടും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാനായിട്ട് വിട്ടുപോയിട്ട്, ഞാനിപ്പോൾ തൊലിയില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി തൊലിയില്ലാത്ത ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് തൊലിയുള്ള ചിക്കൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും അതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം തീയിൽ കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മീഡിയം തീയിലിട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവുകയുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ചിക്കൻ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട ശേഷം അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്തേക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാനായിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം പിടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ചിക്കൻ ഒരു ഗോൾഡൻ കളറായിട്ട് ക്രസ്റ്റൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ മീതേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്രില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഉള്ള എണ്ണ താഴേക്ക് വീണിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്താൽ അത് എണ്ണ അബ്സോർബ് ചെയ്യും, പക്ഷേ ഇങ്ങനെ സോഗി ആയിട്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രില്ലിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള KFC ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക്